അതെ സൈമ, എന്റെ അമ്മ സംസാരിക്കും. സത്യത്തിൽ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. ഒരു മകളും സ്നേഹിക്കില്ല ഒരമ്മയെ ഇതുപോലെ. എന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അവര് എന്റെ അമ്മ തന്നെയാ. പഴയതൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് നിനക്ക് മറക്കാൻ കഴിഞ്ഞു? പരമേശ്വരി അമ്മ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടില്ലേ? അതൊക്കെ മനസ്സിൽ വെക്കുന്നതിൽ എന്താ അർത്ഥം? പിന്നെ ഇതുവരെ എന്നെ സംരക്ഷിച്ചത് അവരല്ലേ. ഇടയ്ക്കെപ്പോഴോ ഒരു ബുദ്ധിമോശം വന്നതുപോലെ കുറച്ചൊക്കെ എന്നെ അതും ഇതും പറഞ്ഞ് വേദനിപ്പിച്ചു. അവരിപ്പോ എനിക്ക് തരുന്ന സ്നേഹം മാത്രം പോരെ അതൊക്കെ മറക്കാൻ. അമ്മ ഇപ്പോഴും എനിക്ക് ജീവനാ സൈമ. പക്ഷേ അതുവരെ എന്റെ അമ്മയ്ക്ക് ഒരു അപകടവും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അതെന്താ നല്ല ചിന്തകൾക്കിടയിൽ ഒരു ദുർചിന്ത? അമ്മയുടെ ചുറ്റിനും ശത്രുക്കളാണ് സൈമ, സ്വന്തം നിഴല് പോലും. ഞാൻ കൂടെയുള്ളപ്പോ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ഭാഗ്യലക്ഷ്മി. നീ കൂടെ ഇല്ലെങ്കിലും നിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ അമ്മയ്ക്ക്, അത് മതി. പക്ഷേ എന്താ പെട്ടെന്നൊരു അപായ സൂചന എന്റെ മനസ്സിൽ തോന്നാൻ കാരണം? അതങ്ങനെയാ ചിലപ്പോ. ആശയും ആശങ്കയെന്ന് പറയാറില്ലേ? അപകടത്തെക്കുറിച്ചുള്ള ദുഷ്ചിന്തകൾ മാറ്റിവെച്ച് നല്ലതിനെക്കുറിച്ച് ചിന്തിക്ക്. അമ്മ സംസാരിക്കുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ ചോറ്റാനിക്കര അമ്മേ, എന്റെ അമ്മ എത്രയും പെട്ടെന്ന് സംസാരിക്കണേ ദേവി. അമ്മേ, എഴുന്നേക്കാൻ വയ്യ, ഒന്ന് മിണ്ടാനും വയ്യ. എന്നാലും അവരുടെ നോട്ടം കണ്ടില്ലേ? അയ്യോ പാവം, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഷോ, മരുന്ന് തരാൻ മറന്നു, ഭക്ഷണവും തന്നില്ല. ഹാ, അല്ലെങ്കിൽ മരുന്നും ഭക്ഷണമൊക്കെ തന്നിട്ട് എന്തിനാ? മരണം ആഗ്രഹിക്കുന്ന ആളല്ലേ, അപ്പൊ പിന്നെ ഞാനും സഹായിക്കണ്ടേ? ആ, ഞാനൊന്ന് പുറത്തു പോവാ കേട്ടോ. എന്താ ചോദിച്ചത്? എപ്പ വരുന്നോ? ഞാനോ? എനിക്കേ ഇഷ്ടമുള്ളപ്പോ. എന്നാ പിന്നെ പോട്ടെ. മോളെ, ചെറിയമ്മാവ, ഞാൻ ഇറങ്ങുവാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. വാതില് പുറത്തു നിന്ന് ഞാൻ അടയ്ക്കും. പിന്നെ താക്കോൽ ഉപയോഗിച്ച് ലോക്ക് ചെയ്യരുത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്തുതരാം. ശരി മോളെ. എന്റെ അമ്മ ഒരു മകളെന്ന നിലയിൽ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും? അമ്മയുടെ ആത്മാവിന് മകളുടെ മുൻകൂർ പ്രണാമം.
എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അയ്യോ പാവം, ഇത്രയും ദയനീയതയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത് നന്നായി. എതിർക്കുകയില്ല, ഉച്ചയും ബഹളവും ഉണ്ടാക്കി ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലല്ലോ. ഞാൻ വന്നത് കക്കാനും മോഷ്ടിക്കാനൊന്നും അല്ല, നിങ്ങളെ കൊല്ലാനാണ്. കഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് എന്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റൂ. ഇപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ചത്തിട്ടുണ്ടാവും അമ്മ. അമ്മേ, അമ്മ പേടിച്ചു പോയോ? സാരമില്ല കേട്ടോ, ധൈര്യമായിട്ടിരിക്കെ, ഒന്നുമില്ല.
നിന്നോട് ഈ വീട്ടിൽ കയറരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? ശിവകാമി, ഞാൻ വന്നപ്പോ അമ്മ ആരെ കൊല്ലാൻ ശ്രമിക്കുക. ഞാനേ അമ്മയെ രക്ഷിച്ചത്. ഓ, നീ എന്റെ അമ്മയെ കൊല്ലാൻ വന്നതാണല്ലേ? എനിക്കെല്ലാം മനസ്സിലായിടി. ശിവകാമി, അമ്മേ, ഇവളമ്മ എന്താ ചെയ്തത്? അമ്മയെ കൊല്ലാൻ നോക്കിയോ? പോലീസിനെ വിളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ശിവകാമി, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ടടി, എനിക്കെല്ലാം മനസ്സിലായി. എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. ശിവകാമി, അമ്മേ, ഇവൾ എന്തൊക്കെയാ പറയുന്നേ? ഇവൾക്ക് എന്താ പറ്റിയേ? ഇവൾ എന്തൊക്കെയാ പറയുന്നേ? പ്രതി എവിടെ? അകത്തുണ്ട് സർ. സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. പിടിച്ചു കയറ്റുവളെ. സർ, ശിവകാമി പറയുന്നതൊക്കെ കള്ളമാണ്. ഞാനല്ല എന്റെ അമ്മയെ. ഞാൻ അമ്മയൊന്ന് കാണാൻ വന്നതാ. അപ്പൊ ഒരാള് അമ്മയെ കൊല്ലാൻ നോക്കുക. ഞാൻ അയാളിൽ നിന്ന് എന്റെ അമ്മയെ രക്ഷിച്ചത്. എങ്ങനെ? അടിച്ചോടിച്ചു. വിശ്വസിക്കാൻ പറ്റിയ കഥ. എന്റെ പൊന്നു മോളെ, നുണ പറയുമ്പോ കുറച്ചുകൂടെ വിശ്വസനീയമായ നുണ പറയാൻ പഠിക്കണം. ഒരു കൊലയാളിയെ അടിച്ചോടിക്കാൻ നീ ആരാ? ഝാൻസി റാണിയോ? ഞാൻ പറഞ്ഞത് സത്യമാണ് സർ. അപ്പോ എനിക്ക് അതിനുള്ള ശക്തി കിട്ടി. കള്ളമാണ് സർ. ഞാൻ വന്നപ്പോ ഇവളമ്മയെ കൊല്ലാൻ ശ്രമിക്കുക. അല്ല സർ. അതൊക്കെ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങൾ പറയിപ്പിച്ചോളാം. ഇവളെ പിടിച്ച് വണ്ടി കയറ്റ്. ശരി സർ. ഇങ്ങോട്ട് വാടി. വിടാൻ. അമ്മേ, അമ്മയ്ക്കറിയില്ലേ സത്യങ്ങളൊക്കെ? ഒന്ന് പറയമ്മേ. ഇല്ലെങ്കിൽ ഇവരെന്നെ പിടിച്ചോണ്ട് പോവും. ഒന്ന് പറ അമ്മ, പറയമ്മേ. അമ്മ പറയും. മിണ്ടാൻ വയ്യാത്ത അമ്മ പറയും. പറയമ്മേ, ഭാഗ്യലക്ഷ്മി നിരപരാധിയാണെന്ന്. വാടിവിടെ. ഇല്ല, വിട്. ഞാൻ വരില്ല. ചെയ്യാത്ത ഒരു തെറ്റിന് എന്നെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വരില്ല. അതെ, ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിടിച്ചു വണ്ടി കയറ്റ്. വാടി ഇങ്ങോട്ട്. വിടാൻ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം ഞാൻ നടക്കല്ലേ പറഞ്ഞേ? നടക്കോട്ട്. നിന്നോടല്ലേ പറഞ്ഞ അങ്ങോട്ട് നടക്കുന്നത്? സത്യമാണ്. നടക്കണേ ഇങ്ങോട്ട്. ഞാനല്ല അമ്മയെ കൊല്ലാൻ നോക്കിയത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാടിയോടെ. വരല്ലേ പറഞ്ഞേ? ദേ, വെറുതെ ബഹളം വെക്കണ്ട. ആരാ എന്താ ചെയ്തെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. സാറേ, എന്റെ ഭാഗ്യലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം ഞാൻ പറയുന്നത്. എന്റെ ഭാഗ്യലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മേ, 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 എന്റെ അമ്മയ്ക്ക് സംസാരിക്കാം. അമ്മേ, എന്റെ ദേവി മോളെ, എനിക്ക് സംസാരിക്കാം. എന്റെ ചോറ്റനിക്കരി അമ്മേ, എന്റെ അമ്മയ്ക്ക് സംസാരിക്കാം. ഭാഗ്യലക്ഷ്മി എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ആര്? ഒരാൾ. ആരാണ്? അതെനിക്കറിയില്ല. പക്ഷേ ഇവളല്ല. ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നല്ലേ പറഞ്ഞത്? അത് നേരാണ് സർ. ഇവർക്ക് കുറച്ചു ദിവസമായി സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ സംസാരിച്ചല്ലോ. ഭാഗ്യലക്ഷ്മി കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞില്ലേ? അത് കളവാണ് സർ.
ഇവളെ രക്ഷിക്കാൻ വേണ്ടി അമ്മ പറയുന്ന കളവ്. കൊല്ലാൻ ശ്രമിച്ചവരെ ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കൂ. എന്റെ മോള് പറയുന്നതാ കള്ളം. ഭാഗ്യലക്ഷ്മിയെ കൊണ്ടുപോകരുത് സാർ. കൊണ്ടുപോകണം സാർ, സത്യം തെളിയിക്കണം. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നെങ്കിൽ സാർ ഇവളെ കൊണ്ടുപോകരുത്. നിങ്ങളെ കൊല്ലാൻ അവള് ശ്രമിച്ചില്ലാന്ന് നിങ്ങൾ തന്നെ പറയുമ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവൾ എന്നെ രക്ഷിച്ചവളാണ്, രക്ഷിക്കാനുള്ളവളാണ്. ഇന്നെന്നല്ല എന്നും. അമ്മേ, മോളെ, മോള് ഈ അമ്മയെ വിട്ട് ഒരിടത്തേക്കും പോവണ്ട. എന്നും എന്റെ കൂടെ ഉണ്ടാവണം നീ. ഞാൻ എന്നും ഉണ്ടാവും എന്റെ അമ്മയുടെ കൂടെ, സത്യം. ഇത് നിന്റെ കഴിവുകേടായൊന്നും ഞാൻ കാണുന്നില്ല. കാരണം നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ. വർഷങ്ങളുടെ പഴക്കമുണ്ടതിന്. നിന്റെ പ്രവൃത്തി പരിചയത്തിനിടയിൽ തോൽവി എന്നൊരു കാര്യം ഉണ്ടായിട്ടുമില്ല. പിന്നെ പിന്നെ ഇന്ന് എന്ത് പറ്റി ഡൊമിനിക്? എനിക്കറിയില്ല. ഞാൻ ചെന്നതും വീട്ടിനുള്ളിൽ കയറിയതും അതീവ ജാഗ്രതയിലായിരുന്നു. സാഹചര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായിരുന്നു. അവരെ കൊല്ലാൻ ശ്രമിച്ചു ഞാൻ. ചാവൂന്ന് ഉറപ്പിച്ച നേരത്തായിരുന്നു ആ പെണ്ണ് വന്നത്. അവളൊരു സാധാരണ പെൺകുട്ടിയെന്ന് തോന്നുമെങ്കിലും എന്തോ അമാനുഷിക ശക്തി അവൾക്കുണ്ടെന്നുള്ളത് നേരാ. നിനക്ക് അങ്ങനെ തോന്നിയോ? എങ്ങനെ തോന്നാതിരിക്കും? 2 or 3 പേർ ഒന്നിച്ചു വന്നാലും അവരെ അടിച്ചു തെറിപ്പിക്കുന്നവനാ ഞാൻ. എത്ര നിഷ്പ്രയാസമാ അവൾ എന്നെ കീഴ്പ്പെടുത്തിയത്. രക്ഷപ്പെട്ടത് ഒരു കണക്കിനാ. പക്ഷേ അത്ര പെട്ടെന്നൊന്നും തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി എന്റെ ലക്ഷ്യം അവർക്ക് മുമ്പേ ആ പെണ്ണിനെ കൊല്ലുക എന്നതാണ്. അതത്ര എളുപ്പമല്ല ഡൊമിനിക്. ഈ ഒരു പരാജയബോധം മുമ്പുണ്ടാവാത്തതാണല്ലോ. ആ അതെ. പക്ഷേ പ്രബലനായ ശത്രുവിനോട് ഏറ്റുമുട്ടുന്നത് ശ്രദ്ധിച്ചു വേണം. ഞാനീ പറയുന്നതൊന്നും നിനക്ക് ഇപ്പം മനസ്സിലാവില്ല. അതുകൊണ്ട് ഇപ്പം ഒന്ന് മാത്രം ചെയ്യുക. അവരെയും ആ പെൺകുട്ടിയെയും തൽക്കാലം വെറുതെ വിടുക. എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ വെറും വാക്ക് പറയും എന്നതെനിക്ക് തോന്നുന്നുണ്ടോ? മനസ്സിലായി തന്റെ ഇച്ഛാഭംഗത്തിന്റെ അർത്ഥം. തോൽവിയുടെ രുചി അറിയാത്ത നീ തോറ്റവനായി നിലനിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുമില്ല, പിന്മാറാനും ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് സത്യം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഏറെക്കാലമൊന്നും നിന്നെ ഞാൻ അണിയറയിൽ നിർത്തുകയില്ല. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ചോറ്റാനിക്കരയിൽ വന്നേറ്റു ചൊല്ലാം ദുഃഖങ്ങളെല്ലാം ഇന്നമ്മയോട്. മാറ്റണമേ എന്റെ സങ്കടമൊക്കെയും. അമ്മേ, കുറച്ചു നേരം ദേവീസ്തുതി കേട്ട് കിടക്ക്. ഞാൻ പോയി കഞ്ഞി എടുത്തിട്ട് വരാം. രാജരാജേശ്വരി നീ ചോറ്റാനിക്കരയിൽ വന്നേറ്റു ചൊല്ലാം ദുഃഖങ്ങൾ. രാജരാജേശ്വരി നീ അമ്മേ, ഇനി നമുക്ക് കുറച്ച് കഞ്ഞി കുടിക്കാം. മോളിവിടെ ഇല്ലാത്തപ്പോ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? ഞാൻ തിരിച്ചു വന്നല്ലോ. ഇനി എങ്ങോട്ടും പോവരുത് കേട്ടോ. ആരെന്തൊക്കെ പറഞ്ഞാലും പോവില്ല.
അമ്മയ്ക്ക് അത് മതി. മോൾ എന്തിനാ ഈ അമ്മയെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? സ്നേഹം ഉണ്ടായിട്ട് തന്നെ. എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി എന്തിനാ അതൊക്കെ ഓർമ്മിപ്പിക്കുന്നേ? മോൾ എന്താ എന്റെ വയറ്റിൽ പിറക്കാത്തത്? അതിന് മാത്രമുള്ള ഭാഗ്യം ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ. എന്റെ പൊന്നുമോളെ, ഈ ജന്മത്തിലെ നിന്റെ പെറ്റമ്മയാകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകാതിരുന്നുള്ളൂ. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ മകളായിരുന്നു. വരും ജന്മത്തിലുമൊക്കെ മോളി അമ്മയുടെ മകളായി തന്നെ പിറക്കും. ആ പുണ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അമ്മ എന്തിനാ കരയുന്നേ? ഇത് സന്തോഷത്തിന്റെ കണ്ണീരാ മോളെ. അതെ, വർത്താനം നിർത്തി ദേ കഞ്ഞി കുടിച്ചേ. മോൾ എത്ര തന്നാലും ഞാൻ കുടിക്കും. മതിയെന്നൊരു വാക്ക് ഞാൻ പറയില്ല. എങ്കിൽ അസുഖവും പെട്ടെന്ന് മാറും. സംസാരം തിരിച്ചു കിട്ടിയില്ലേ? അതുപോലെ അമ്മ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. നിന്റെ പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസമാണ് മോളെ. എല്ലാം ശരിയാവും അമ്മ. മോളെ, അമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. എന്താ അമ്മ? എനിക്ക് ആലുവ ശിവക്ഷേത്രത്തിൽ പോയെന്ന് തൊഴണം. അതിനെന്താ അമ്മയെ ഞാൻ കൊണ്ടുപോവാലോ. നീ എങ്ങനെ മോളെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ടുപോകുന്നത്? ശിവകാമിയെ വിളിക്കാലോ. ഞാൻ അവളോട് ഒന്ന് പറഞ്ഞിട്ട് വരാം.